ഇവിടെ നേപ്പാളിൽ കാത്മണ്ഡു എന്ന് പറയുന്ന സ്ഥലത്തെ ഇസൂസു ഷോറൂമിൻ്റെ അവസ്ഥയാണ്. ഷോറൂമിൻ്റെ അവസ്ഥയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ആ വണ്ടിയുടെ അവസ്ഥയെ പറ്റിയാണ് സത്യം പറഞ്ഞാൽ വന്നത്. ഷോറൂമൊക്കെ നല്ല അടിപൊളി ഷോറൂമാണ്. ഇവിടെ വന്നപ്പം വളരെ യാദൃശ്ചികമായിട്ട് ഒരാളെ പരിചയപ്പെട്ടു. പുള്ളി 16 വർഷം നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്ത ഒരു നേപ്പാളിയാണ്. ടൊയോട്ടയുടെ ഷോറൂമിൽ വർക്ക് ചെയ്തൊരു നേപ്പാളി. ആളിവിടെ ഇല്ലല്ലോ. ആളെവിടെ പോയി? ആളെ കാണാനില്ല. ആൾക്കാകപ്പാടെ അറിയാവുന്ന ഒരേ ഒരു മലയാളം വാക്കേ ഉള്ളൂ. അതെന്തായിരിക്കും ആ ഒരു മലയാളം വാക്ക് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? പുള്ളി വരട്ടെ. പുള്ളി വരുമ്പോഴത്തേക്കും ഇപ്പം അത് പുള്ളിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. പുള്ളി പറയുമോയെന്നറിയത്തില്ല. ഇവിടുത്തെ സർവീസ് സെൻ്ററാണ് കേട്ടോ അത്. കാഠ്മണ്ഡു സർവീസ് സെൻറ്റർ. ഇവിടെ നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു തുമ്മലും ചീറ്റലും ഒക്കെ, അതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ആ ഒരു മലയാളം വാക്ക് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ചിരിയും വന്നു. പുള്ളിക്ക് ആകെപ്പാടെ അറിയാവുന്ന ഒരേ ഒരു വാക്ക്. 16 വർഷം ഇത് ജോലി ചെയ്തിട്ട് കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചിട്ട് പുള്ളിക്ക് അറിയില്ലത്. കേരള എന്നാണ് പറയുന്നത്. പുള്ളി ഇപ്പം വരും. ഞാൻ പുള്ളിയെ കാണിക്കാം. ഇതാണ് പുള്ളിക്കാരൻ. भैया आपका मालूम है वो वेट बोलो एक बार. कौन सी चीज? वो केरला में वो दोस्त लोग ने वो जो मेरे को कन्वर्ट किया वो बात नहीं वो वाला मायरे. मायरे क्या मायरे मायरे